ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് ഇച്ചിരി കൊഞ്ച് ബിരിയാണി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അങ്ങനല്ലേ നിങ്ങളാരും വെക്കുന്നതാണ് കല്ല ഗൈസ് വെക്കുന്നത്. ഇതിപ്പം സവാള പച്ചമുളക് ഉപ്പിട്ട് വഴറ്റി ആദ്യം വേവിക്കണം. എനിക്കിത് വേവിച്ചത് മാത്രമേ ഇഷ്ടപ്പെടൂ ഗൈസ്, അല്ലാതെ ക്യാമറയിൽ കയറിയിട്ടുണ്ട് ഗൈസ്, ക്യാമറയിൽ കയറി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊഞ്ചൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റാക്കി വെച്ചേക്കുന്നതാണിത്. റോസ്റ്റഡ് കൊഞ്ചാണിത്. റോസ്റ്റഡ് കൊഞ്ചെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അത് കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ എല്ലാം ഇത് റോസ്റ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക്, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങാനീരില്ലെങ്കിൽ പുളി ഉപയോഗിക്കാം. ഇവിടെ നാരങ്ങ ഉപയോഗിക്കത്തില്ല, എനിക്ക് ഭയങ്കര അലർജിയാണ്. എൻ്റെ ദേഹത്തെങ്ങാനും ഒരു നാരങ്ങാളെ നീര് പറ്റിപ്പോയാൽ അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയാലും തീരൂല ഗൈസ് എൻ്റെ അസുഖം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയെടുത്തത്. ഇത് ഇവിടെ മഴയായതുകൊണ്ടേ, ഇവിടെ അല്ല, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയാണ്. ഇത് നമ്മളെ ജീരകശാല അരി വേവിച്ച് വെച്ചതാണ്. ഉപ്പും വെളിച്ചെണ്ണയും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടാണിത് വേവിക്കുന്നത്. ഇങ്ങനെയുള്ള അരി നെയ്യുടെ പ്രയോഗം ഇവിടെ ഇല്ല. നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മണം വരും, പക്ഷേ ഡാഡിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതിനെ സെറ്റാക്കി എടുക്കട്ടെ ഗായ്സ്. സെറ്റാക്കാനൊന്നുമില്ല, എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചത് തന്നെ. അപ്പോൾ കൊഞ്ച് ബിരിയാണി, ഇതിനകത്ത് ഇച്ചിരി അരപ്പൊക്കെ ഇരിക്കുന്നു ഗൈസ്, അതവിടെ ഇരിക്കട്ടെ, പൂച്ചയ്ക്ക് കൊടുക്കാം. അരപ്പുള്ള ചട്ടിയിൽ വെക്കുന്നതാണ് പൂച്ചയ്ക്ക് ഇഷ്ടം. പൂച്ചയെ നമ്മുടെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടേ പൂച്ചയുണ്ട്, പൂച്ച വരും. ചോറ് വേസ്റ്റൊന്നും ആവത്തില്ല. പൂച്ചയോ പട്ടിയോ പക്ഷിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം. ഇത് പൂച്ചയ്ക്കായിട്ട് മാറ്റി വെച്ചാൽ ഗൈസ്. ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിൽ ബദാം പരിപ്പ് ഇട്ടിട്ടുണ്ട്. ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പില്ല. അണ്ടിപ്പരിപ്പൊക്കെ ഡാഡി കഴിച്ചു. ഞാനും ഡാഡിയും കൂടെ അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ചു ഗൈസ്. പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുണ്ട്. ഇത് ചുമന്ന കളറായി ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിൽ ഞാൻ ആദ്യം ഇത് ബിരിയാണി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റക്കൈ ക്യാമറയും പിടിച്ചുകൊണ്ട് അഭ്യാസം കാണിച്ചിപ്പം മറിഞ്ഞ് വീണേനിത്. ചെറിയ കരണ്ടി എടുക്കാം. സ്റ്റീലിൻ്റെ ചരുവാണിത്. സ്റ്റീലിൻ്റെ ചരുവായതുകൊണ്ട് ഇതിനെ കട്ടിയുള്ളത് വെച്ച് ഇളക്കി കഴിഞ്ഞാലേ ഈ ചട്ടുകമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് തെറ്റി പോകുന്നത്. ഈ അടുപ്പില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഈ അടുപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രിപ്പൊന്നുമില്ല അതിൻ്റെ ഇതിന്, ഈ സംഭവത്തിൽ. അപ്പം എൻ്റെ ഫോൺ ഒന്നാമത് പോയിരിക്കുക. അപ്പം ഇത് റെഡ് കളറായതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ചുമല മുളക് ഇട്ടായിരുന്നു, ചുമല മുളക് പൊടി, റെഡ് ചില്ലി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ജസ്റ്റ് ഒന്നാവി കയറുക, നമുക്ക് കഴിക്കാം. പക്ഷേ കളറ് കാണാത്ത എന്താണെന്ന് അറിയാമോ? കളറൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ കളറ് കാണാത്തത് ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. ഇതിനിപ്പോൾ സെർവൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സെർവ് ചെയ്യാനൊന്നുമില്ല, ഒരു പാത്രം എടുക്കുക, വിളമ്പുക, പാത്രമൊക്കെ കൂടെ സെറ്റാക്കി വെച്ചേക്കുക, അത്രയേ ഉള്ളൂ ഗൈസ്. മുന്തിരിയൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, ബദാം പരിപ്പ് ഇട്ടിട്ടുണ്ട്. കൊഞ്ചൊക്കെ ചുരുണ്ടുക ഇങ്ങനായി ഗൈസ്. പക്ഷെ നല്ല കൊഞ്ചായിരുന്നു കേട്ടോ, പെട്ടെന്നുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി ഉപ്പ് കൂടെയിട്ട് മൊത്തത്തിൽ നല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തങ്ങ് ഒഴിക്കാം. അപ്പം അതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ലതാവും. അല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാമായിരുന്നു, പക്ഷെ നെയ്യില്ല. ഇവിടെ നെയ്യുടെ മണം ഇഷ്ടമല്ല ഡാഡിക്ക്, എനിക്കിഷ്ടം, പക്ഷെ നടക്കില്ല. അപ്പോൾ ഗൈസ് ഇതൊന്ന് ആവി കയറ്റാൻ പോകുന്നത്, ആവിയല്ല, അടപ്പ് പാത്രം വെച്ചൊന്ന് അടയ്ക്കട്ടെ.
അപ്പോൾ ഗൈസ് ഇത് കൊഞ്ച് ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന ഏത് സമയവും ആയാലും എപ്പോഴായാലും നമ്മൾ എന്ത് വേണം, സ്റ്റീൽ പാത്രത്തിലോ ഗ്ലാസ് പ്ലേറ്റിലോ മാത്രം സെർവുക. പ്ലാസ്റ്റിക് ടൈപ്പ് പാത്രങ്ങളാണ് ഇപ്പം കമ്പോളത്തിലുള്ളത്. ന്യൂ ജനറേഷൻ കംപ്ലീറ്റ് അതിൻ്റെ പിന്നാലെയാണ്. ബട്ട് അതൊരിക്കലും ഹെൽത്തി അല്ല. ഗ്ലാസ് പ്ലേറ്റ് അല്ലെ സ്റ്റീല് അല്ലെ മൺചട്ടി വെച്ചുള്ളത്, മണ്ണിൻ്റെ പാത്രങ്ങളുണ്ട്. അതുപോലെ കളിമൺ, സെറാമിക് ഇതൊക്കെ ഉണ്ട്. ഇത് വെച്ച് ചെയ്തണ്ട കൊഞ്ചിഷ്ടം പോലുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ പകുതി തീർന്നു. 1.5 ഗ്ലാസ് അരിയേ ഇടുകയുള്ളൂ. ആ 1.5 ഗ്ലാസ് അരിയിൽ ഡാഡിക്കും എനിക്ക് പിന്നെ ഞാൻ ശകലേ കഴിക്കും. ഞാൻ നല്ല ഡയറ്റിലാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് സംഭവം. പപ്പടം കൊണ്ടുപോകട്ടെ. നെല്ലിക്ക അച്ചാറാണ് ഗൈസ്. ഇത് ഞങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു മാർക്കറ്റിൽ കയറി. അവിടെ നല്ല നെല്ലിക്ക ഇരിക്കുന്നുണ്ട്. എൻ്റെ വായിക്കകത്ത് വെള്ളം ഊറി ഞാൻ ചാടി കയറി. ഡാഡിയുടെ ഇന്ന് വഴക്കും കിട്ടി. പക്ഷേ ഞാനിത് അല്ലാതങ്ങ് കഴിക്കാനായിട്ട് മേടിച്ചതാണ്. പക്ഷേ ഞാനിവിടെ കൊണ്ടുവച്ച അച്ചാറാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നല്ല സൂപ്പർ അച്ചാറാണ് ഗൈസ്. ഇതുണ്ട പപ്പടമൊക്കെ 2 എണ്ണം വെച്ചു. ബിരിയാണി, കൊഞ്ച് ബിരിയാണി. ഇത് തേങ്ങാപ്പീരി ഇരുന്ന പാത്രമാണ് ഗൈസ്. ഇച്ചിരി അച്ചാർ ഞാൻ പപ്പടം മാറ്റിയിട്ട് ഇച്ചിരി ചോറിടാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും കർക്കിടകത്തിൻ്റെ ആരോഗ്യം പറ്റുന്നവരല്ല. നാട്ടിൻപുറത്തുകാരാണെങ്കിൽ കുറേ ഔഷധ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഞ്ഞിയും ഉലുവയൊക്കെ ചേർത്ത് ആയുർവേദ വിധിപ്രകാരം ഉണ്ടാകും. ഇതാണ്ട കൊഞ്ചൊക്കെ വെച്ച് കൊഞ്ച് ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഓക്കെ ബൈ.